ഹായ് ഹലോ വെൽക്കം ടു കോമൺ സെൻസ് ഭാരതീയൻ. ഞാൻ സുന്ദർ രാമലക്ഷ്മണൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു ഹിസ്റ്ററി അധ്യാപകനാണ് ഞാൻ, സോഷ്യൽ സയൻസ് അധ്യാപകനാണ് ഞാൻ. അപ്പോൾ ഭാരതത്തിൻ്റെ നന്മകളെയും ഭാരതത്തിൻ്റെ ശക്തിനെയും ഭാരതീയർക്ക് എടുത്തു പറയുന്ന ഒരു ചാനലാണ് നമ്മുടെ കോമൺ സെൻസ് ഭാരതീയൻ. അപ്പോൾ ഈ കോമൺ സെൻസ് ഭാരതീയനിലേക്ക് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു കോമൺ സെൻസ് ഭാരതീയൻ. അപ്പോൾ ഭാരതത്തിൻ്റെ എന്ത് നല്ല കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരതത്തിൻ്റെ സർക്കാർ ഒരു പുതിയ ഇത് ഇറക്കിയിരുന്നു. പുതിയ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആസ് യു ഗെസ്ഡ് ഇറ്റ് ഫ്രം അവർ ടൈറ്റിൽ. അപ്പോൾ ഒരു ടീച്ചറായിട്ട് പ്രതികരിക്കണം എന്നാണ് എൻ്റെ താല്പര്യം. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അഫിലിയേഷൻ എനിക്കില്ല. ആൾദോ ഐ ഹാവ് പൊളിറ്റിക്കൽ ബിലീഫ്, ഐ ഡോണ്ട് അഫിലിയേറ്റഡ് വിത്ത് എനി പൊളിറ്റിക്കൽ പാർട്ടി. ലെറ്റ് മീ ബി ക്ലിയർ. സോ ഒരു ടീച്ചറിൻ്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് NEP 2020 ഉള്ളതാ എന്നതിന് അറിയണമെങ്കിൽ വി നീഡ് ടു ഗോ സിസ്റ്റമാറ്റിക്കലി. MHRD, മിനിസ്റ്ററി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, മിനിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടൈറ്റിലുള്ള നമ്മുടെ മിനിസ്റ്ററിയുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ PDF അവൈലബിൾ ആണ്. പുതിയ നയത്തിനെ കുറിച്ച് ജൂലൈ 30 ആ സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യപ്പെട്ടു. അതിൻ്റെ കണ്ടൻറ്റും ഇൻഫർമേഷനും ഈ വീഡിയോയുടെ ലിങ്കിലുണ്ട്. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈസ് ബേസ്ഡ് ഓൺ ദിസ് റിപ്പോർട്ട്. വേറെ ആരുടെയും ഒപ്പീനിയൻ നിന്നുമല്ല, ബേസ്ഡ് ഓൺ ദിസ് റിപ്പോർട്ട് ആൻഡ് മൈ ഒപ്പീനിയൻ. അത്ര മാത്രമേ ഉള്ളൂ. സോ കാരണം മിഡിൽ മാൻ്റെ ടേമിൽ നിന്നും പറയണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടും ഇത് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെ ചർച്ച ചെയ്യാനായിട്ട് ഇതൊരു 66 പേജുള്ള ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട്. ഈ 66 പേജുടെയും ഒറ്റയടിക്ക് വായിച്ച് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. അതുകൊണ്ട് ഇനി നമുക്ക് എന്തുണ്ടാവും? We are going to have a series of videos on NEP, National Education Policy. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോളിസിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് നമുക്കിത് കൊടുക്കുന്നത്. ഇൻ്റർനെറ്റിലും യൂട്യൂബിലും വാട്സപ്പിലും ആൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ പാതി കണ്ടൻറ്റ് അറിയാം. ബട്ട് ഐ വിൽ സ്റ്റിക്ക് ടു നോൺ ഫാക്ട്സ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറച്ച് വിശകലനം ചെയ്തുകൊണ്ട് പറയാം. അതുകൊണ്ടാണ് കുറച്ചും കൂടെ വീഡിയോ അധികം ഇടാൻ പറഞ്ഞത്. അപ്പോൾ ലെറ്റ് മീ സ്റ്റാർട്ട്. NEP 2020 കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു ചേഞ്ച് ആവശ്യമുണ്ടോ? ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഈ ചേഞ്ച് ഇപ്പോൾ ആവശ്യമുള്ളതല്ല. ഒരു 10-15 വർഷത്തിന് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മാറ്റം, ഇങ്ങനത്തെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം we needed this earlier എന്നേ ഞാൻ പറയത്തുള്ളൂ. ഈവൻ 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ബ്രിട്ടീഷിൻ്റെ ഒരു ഔട്ട്ലുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് നമ്മുടെ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വച്ചിരുന്നെങ്കിൽ 72 ഇയേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ന് നമുക്ക് നഷ്ടമാവൂലായിരുന്നു. ഭാരതം തീർച്ചയായിട്ടും ഒരു ഉന്നത തലത്തിലേക്ക് കയറുമായിരുന്നു. അപ്പം ദിസ് വാസ് ലേറ്റ് ചേഞ്ച് എന്ന് ഞാൻ പറയും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ടീച്ചറായിട്ട്. സോ ഭാരതത്തിൻ്റെ ആദ്യകാല എഡ്യൂക്കേഷൻ ഓൾവേസ് ഡിപ്പെൻഡഡ് ഓൺ ക്രിയേറ്റിംഗ് എ വർക്ക് ഫോഴ്സ്. അന്ന് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് നമുക്കൊരു വർക്ക് ഫോഴ്സ് വേണമെന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. ലേബർ ഫോഴ്സ്, അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ആയിട്ടും അതിനു വേണ്ടിയായിട്ടുള്ള ഇതുമായിട്ടാണ്
എഡ്യൂക്കേഷനെ വച്ചിരുന്നത്. ഇന്നത്തോളം ഏകദേശം എഡ്യൂക്കേഷൻ്റെ സോൾ പർപ്പസ് ഈസ് ടു ക്രിയേറ്റ് ജോബ്സ്. എന്നാൽ ഇവിടെ ഇതിൻ്റെ എയിമിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ തന്നെ ഈ ഡോക്യുമെൻ്ററിൽ തന്നെ പറയുന്നത് കാര്യമുണ്ട്. റൂട്ട് ലേണിങ്ങിനെ ഇനി പ്രോത്സാഹിപ്പിക്കത്തില്ല. ഈ കാണാതെ പഠിച്ച് എഴുതി പരീക്ഷ എഴുതുന്ന രീതി ഞങ്ങൾ നിർത്തുകയാണ്. അപ്പോൾ എങ്ങനത്തെ ലേണിംഗ് ആണ് ഇവർ പറയുന്നത്? അവർ പറയുന്ന ഒരു വാക്ക് നല്ലൊരു ഫൈൻ ലിറ്ററേച്ചറാണ്. ചിൽഡ്രൻ നോട്ട് ഓൺലി ലേൺ ബട്ട് ആൾസോ ലേൺ ഹൗ ടു ലേൺ എന്നാണ് പറയുന്നത്. ചിൽഡ്രൻ നോട്ട് ഓൺലി ലേൺ ബട്ട് ആൾസോ ലേൺ ഹൗ ടു ലേൺ. അവർ പഠിക്കും, എങ്ങനെ പഠിക്കുമെന്നും പഠിക്കും എന്ന ഒരു വാക്ക് ഇത് സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഫോർ ഹിസ്റ്ററിയിൽ എനിക്ക് 1857 കുറിച്ച് സംസാരിക്കാൻ പറ്റും. 1867 റിവോൾട്ട് ഇങ്ങനെയുണ്ട് എന്ന് പഠിപ്പിക്കാൻ പറ്റും. അത് ലേണിംഗ് ആണ്, ലേൺ ചെയ്യുന്നതാണ് അവർ. അപ്പം നമുക്ക് ടീച്ചേഴ്സ് ഇനി എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് അത് എങ്ങനെ പഠിക്കണമെന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇന്ത്യയുടെ മാപ്പിൽ എവിടെയൊക്കെ റിവോൾട്ട് നടന്നു എന്ന് മാർക്ക് ചെയ്യും. അങ്ങനെയും പഠിക്കാം, വരച്ച് പഠിക്കാം. ഇഫ് യു ക്യാൻ ഡ്രോ എ മൈൻഡ് മാപ്പ് റിലേറ്റിംഗ് ടു 1857 പക്ഷത്ത് നീ ഒരു മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും നിനക്ക് പഠിക്കാം എന്ന കാര്യവും പറഞ്ഞു കൊടുക്കണം. പഠിപ്പിക്കേണ്ടത് മാത്രമല്ല, അത് എങ്ങനെ പഠിപ്പിക്കണം എന്നും കൂടെ ഉള്ള ഒരു ഒബ്ജക്റ്റീവ് ഇതിൽ കാണുന്നുണ്ട്. ദാറ്റ് ഈസ് എ ബിഗ് ഡീൽ. അതൊരു നല്ല രീതിയിലുള്ള മുന്നേറ്റം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആസ് എ ടീച്ചർ പഠിപ്പിക്കുന്നത് മാത്രമല്ല ജോലി, എങ്ങനെ പഠിക്കണം, തോൽവിയിൽ നിന്നും എങ്ങനെ പഠിക്കണം, വിജയത്തിൽ നിന്നും എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതും ഒരു ടീച്ചറുടെ കടമയാണ്. സോ അത് ഒരു നാഷണൽ പോളിസിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. എഡ്യൂക്കേഷൻ, അടുത്ത ഒബ്ജക്റ്റീവ് പറയുന്നു, എഡ്യൂക്കേഷൻ ഈസ് എ പബ്ലിക് സർവീസ് നോട്ട് എ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി. ഇത് എടുത്ത് പറയുന്ന കാര്യമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പബ്ലിക് ആക്ടിവിറ്റിയാണ്, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി അല്ല. പണം ഉണ്ടാക്കുന്ന രീതിയല്ല, ഒരു പബ്ലിക് സർവീസാണ്. IAS IPS എങ്ങനത്തെ സർവീസോ അതേ കണക്കിനുള്ള ഒരു സർവീസാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ ഇന്ന് തന്നെ പല എഡ്യൂക്കേഷനും നീറ്റ് കോച്ചിങ്, JEE കോച്ചിങ്, ഈ കോച്ചിങ്, PSC കോച്ചിങ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് എഡ്യൂക്കേഷൻ്റെ ഒരു മൊത്തത്തിനെ വ്യാപാരമാക്കി വച്ചിട്ടുണ്ട്. ബൈജൂസ് ഇസ് അനദർ എക്സാമ്പിൾ. എഡ്യൂക്കേഷൻ പബ്ലിക് സർവീസ് ആണെങ്കിൽ വൈ ദർ ഇസ് മോർ ട്യൂട്ടോറിയൽസ് കമ്മിങ് അപ്പ് എന്നൊരു ചോദ്യമുണ്ട്. ഈ ഓൺലൈൻ ലേണിങ്ങിൽ ബൈജൂസ് പോലെയുള്ള ആപ്പ്, ബൈജൂസ്, വേദാന്ത, ഐ എം നോട്ട് കംപ്ലൈനിങ് അബൌട്ട് ദം, ബട്ട് സിറ്റുവേഷൻ പറയാണ്. അപ്പോൾ വേദാന്ത പോലെയുള്ള ആപ്പുകൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ നോളജിന് സ്റ്റുഡൻസിന് കൊടുക്കുന്നു അറ്റ് എ പ്രൈസ്, റൈറ്റ്? യെസ്, ഓഫ് കോഴ്സ് ടീച്ചേഴ്സ് ആർ ഡൂയിങ് ദ സെയിം. അവർക്ക് സാലറി വേണം, ജീവിക്കണ്ടേ? ബട്ട് അറ്റ് ദ കോർ ഇറ്റ് ഷുഡ് ബി കൺസിഡർഡ് ആസ് എ സർവീസ്. IAS ഓഫീസറിനും ശമ്പളം കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിനെ നമ്മൾ ജോലി എന്ന് പറയുന്നില്ല, പക്ഷേ അതിനൊരു സർവീസ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ടീച്ചറിൻ്റെ ജോലിയും എഡ്യൂക്കേഷൻ്റെ ഇതും ഒരു ജോലിയായിട്ടല്ല കരുതേണ്ട, സർവീസായിട്ടാണ് കരുതേണ്ട. അത് സമൂഹത്തിനുള്ള ഒരു ഇതാണ്. ടീച്ചേഴ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ നോർവേ എടുത്തു കഴിഞ്ഞാൽ നോർവേയിൽ ടീച്ചറിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ഒരു ഡോക്ടറിൻ്റെ ശമ്പളത്തിന് ഈക്വലാണ്, അതിന് റെസ്പെക്റ്റിന് ഈക്വലാണ്. അവിടെ 5 വർഷം നിങ്ങൾ എഡ്യൂക്കേഷൻ, ഒരു ടീച്ചർ ആകണമെങ്കിൽ 5 വർഷം യു ഹാവ് ടു സ്പെൻഡ്. ഒരു MBBS എങ്ങനെ സ്പെൻഡ് ചെയ്യുമോ അങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്യണം. കാരണം എന്താ, അവർ നോർവേ മനസ്സിലാക്കി their ടീച്ചേഴ്സ് ആർ ദ ട്രഷേഴ്സ്. നമ്മുടെ ടീച്ചേഴ്സിനെയും ട്രഷറായിട്ട് തന്നെ കരുതണം. അതിനെ ഒരു ജോലിയായിട്ട് എടുക്കുകയാണെങ്കിൽ ശമ്പളം കിട്ടി പഠിപ്പിക്കും പോകും. പക്ഷെ അതിനെ ഒരു സർവീസായിട്ട് എടുക്കുകയാണെങ്കിൽ ദേ വിൽ ടീച്ച് ആൻഡ് മോട്ടിവേറ്റ്, ഇൻസ്പയർ. അതൊരു സർവീസായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് മോട്ടിവേഷൻ ഉണ്ടാവും, ഇതുണ്ടാവും. ആസ് എ ടീച്ചർ ഞാൻ പരമാവധി ഈ ട്രഡീഷണൽ ടീച്ചിങ്ങിൽ നിന്നും മാറി നിൽക്കുന്ന ആളാണ്, റൂട്ട് ലേണിങ്ങിൽ നിന്നും മാറി വയ്ക്കുന്ന ആളതുകൊണ്ട് എനിക്കിത് വളരെയധികം താല്പര്യപ്പെട്ടതാണ്.
അപ്പം ഐ അപ്രീഷിയേറ്റ് ദ ഗവൺമെൻറ്. ഭാരത സർക്കാരിൻ്റെ ഈ ഇതിനെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നൗ അടുത്ത ഒരു കാര്യമെന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് NCF, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. കരിക്കുലം ഉണ്ടാക്കുന്ന, അതായത് സിലബസ്, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുന്ന ഒരു കമ്മിറ്റിയാണ്, ഒരു ഫ്രെയിംവർക്കാണ്, ഒരു അസോസിയേഷനാണ് ഈ NCF. ഈ NCF എന്ത് ചെയ്യുന്നു? ഈ NCF റെഗുലർലി ഇനി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് ഇടയിൽ, വൺസ് ഇൻ എ 5 ഇയർ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പഴയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട്, ഇപ്പോൾ ഒരു ടെക്സ്റ്റിൽ ഒരു ഇൻഫർമേഷൻ തരുന്നു, ആ ഇൻഫർമേഷൻ 5 വർഷം, പരമാവധി 5 വർഷം 4 വർഷം നിൽക്കും. അങ്ങനത്തെ സ്ഥിതിയിൽ അപ്ഡേറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കും? ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി റീവിസിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തിരുത്തം വരുത്തും 5 വർഷത്തിന് ഒരിക്കൽ, അല്ലെങ്കിൽ 10 വർഷത്തിൻ്റെ ഇടയിൽ, 5 to 10 വർഷത്തിനിടയിൽ ഒരിക്കൽ തിരുത്തം വരുത്തുമെന്ന് ഈ കാര്യം എവിടെ പറയുന്നുണ്ട്? നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നുണ്ട്. അത് വളരെയധികം റെസ്പെക്റ്റബിളാണ്. എനിക്കിവിടെ ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ആസ് എ ടീച്ചർ, നിങ്ങൾ പബ്ലിക് കൺസൾട്ടേഷൻ നടത്തി എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും പബ്ലിക് കൺസൾട്ടേഷൻ നടത്തി, സ്റ്റുഡൻറ് കൺസൾട്ടേഷൻ നടത്തി ഈ തിരുത്തം വരുത്തിയെങ്കിൽ കുറച്ചും കൂടെ ഫലപ്രദമാകുമെന്നാണ് എൻ്റെ താഴ്മയായിട്ടുള്ള അഭിപ്രായം. അപേക്ഷിക്കുന്നതും അങ്ങനെ ചെയ്താൽ വളരെ സൂട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ECCE, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് ഏർലി ചൈൽഡ്ഹുഡിന് നമ്മുടെ ഒരു നേഴ്സറി, ഡേ കെയർ എന്ന സിസ്റ്റം എത്ര ഇതിലോട്ട് മാറി? 5 വർഷത്തിലോട്ട് മാറ്റി. പണ്ട് UKG LKG, നേഴ്സറി, UKG, പ്രീ KG, UKG LKG കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കിൻഡർ ഗാർഡൻ ഡേയ്സ് ഓവർ, അപ്പർ KG എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഏകദേശം 3ാം ക്ലാസ് വരെ എന്താക്കിയിട്ടുണ്ട്? ആ പ്രൈമറി കാറ്റഗറിയിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അതൊരു നല്ല കാര്യമാണ്. കുട്ടികളുടെ ഹെൽത്തിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ഫൗണ്ടേഷൻ, അതായത് ബേസിക് ആയിട്ടുള്ള കണക്ക്, വായിക്കാൻ, ലോജിക്കൽ തിങ്കിങ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവ് ആ പ്രൈമറി ഇതിൽ നമ്മൾ ബേസ് കൊടുക്കുകയാണെങ്കിൽ അവൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റിസണായിട്ട് വരും. അതിൻ്റെ ഒരു ബേസിസിലാണ് ECCE നീട്ടിരിക്കുക. 5 വർഷമാണ്. ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ ലേണിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഡ്രാഫ്റ്റ് അനുസരിച്ച് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എ സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റ്. മിനിസ്റ്ററി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, മിനിസ്റ്ററി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് ട്രൈബൽ അഫയേഴ്സ്. ഇങ്ങനത്തെ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഈ 4 ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേരുന്നു എന്ന് പറഞ്ഞാൽ മൾട്ടി ഡിപ്പാർട്ട്മെൻ്റൽ ഇംപ്ലിമെൻറ്റേഷനാണ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻ്റൽ ഇംപ്ലിമെൻറ്റേഷൻ കാരണം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെർഫെക്റ്റ്ലി നമുക്കൊരു കുട്ടിയുടെ ഹെൽത്തിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ആ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് രണ്ടും മോണിറ്റർ ചെയ്യാൻ പറ്റും. ഒരു ഹെൽത്തി സൊസൈറ്റീനെ ഉണ്ടാക്കാൻ പറ്റും. ട്രൈബൽ അഫയേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ട്രഡീഷണൽ നോളേജ് വിട്ടുപോവാതിരിക്കും. അപ്പോൾ ട്രഡീഷണൽ നോളജും ട്രൈബൽ പാർട്ടിലുള്ള നോളജും, ഏത് നോളജും വിട്ടു പോകാതെ സിവിക് സെൻസ് ആയിട്ടുള്ള ഒരു ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് അവരും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറാൾ ബേസിക്കായിട്ട് എഡ്യൂക്കേഷനിൽ എല്ലാം അടങ്ങും എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് അല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യം എല്ലാത്തിൻ്റെയും ഒരു സംഗമമാണെന്ന് ഇത് തെളിയിക്കുകയാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു മൂവിങ് ഫോർവേഡാണ്. ഐ അപ്രീഷിയേറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഫോർ ദിസ് ചേഞ്ച്. ഇനി
ഇതിൽ തന്നെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത കാര്യം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പറയുന്നത് സ്റ്റുഡൻസിന് ഫൗണ്ടേഷൻ ലേണിംഗ് കൊടുക്കും. ആ ഫൗണ്ടേഷൻ ലേണിങ്ങിൽ ഹെൽത്ത് ചെക്കപ്പ് കോൺസ്റ്റൻ്റ് ആയിട്ട് നടന്ന് അവർക്കൊരു ഹെൽത്ത് കാർഡ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. എയർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസ് ഈസ് ബെസ്റ്റ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ് എന്ന് പറയാം. എയർലി ആയിട്ട് നമുക്ക് ഡിസീസ് കൊച്ചുങ്ങളിൽ കണ്ടുപിടിക്കാൻ പറ്റിയ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർക്ക് നന്നായിട്ട് കൊടുക്കാം. അപ്പോൾ അവർ അഡൾട്ട് ആകുമ്പോൾ ഒരു 18 വയസ്സാകുമ്പോൾ അവർക്ക് പെർഫെക്റ്റ് ഹെൽത്തോടു കൂടി സ്കൂൾ സിസ്റ്റത്തിൽ നിന്ന് വെളിയിലോട്ട് പോകാൻ പറ്റും. ദാറ്റ്സ് another commendable effort from ഗവൺമെൻറ്. അപ്പോൾ അതിനെ നമ്മൾ വരവേൽക്കണം. പിന്നെ 2025 കംപ്ലീറ്റ് ഫൗണ്ടേഷണൽ ലേണിങ്ങിനെ, അതായത് അത്യാവശ്യത്തിന് ആവശ്യമുള്ള ലിറ്ററസി, ന്യൂമറസി ആൻഡ് സ്കിൽസ് 3ാം ക്ലാസ്സോട് കൂടി എല്ലാവർക്കും കൊടുക്കണം. കമ്പൽസറി ആയിട്ട് 3ാം ക്ലാസ്സിൽ വരുന്ന ഒരാൾക്ക് വായിക്കാനും എഴുതാനും കണക്ക് ചെയ്യാനും ചിന്തിക്കാനും പറ്റുന്ന ഒരു ലെവലിലോട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം, ഭാരതത്തിൻ്റെ സിസ്റ്റം. അപ്പോൾ ദിസ് ഈസ് വെരി ഗുഡ്. അപ്പോൾ ഇങ്ങനെ തന്നെ വേറൊരു കാര്യവും ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. ഇതിനു മുമ്പ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്ന NIOS എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പം സ്റ്റേറ്റുകൾക്ക് അത് തുടങ്ങാനുള്ള ഒരു അവസരം ഈ NEP-യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ജോലിക്ക് പോകുന്നവർ, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ളവർക്ക് ഒരു ഓപ്ഷൻ കിട്ടും സ്കൂളിലോട്ട് പോകാൻ. അങ്ങനെ ഡ്രോപ്പ് ഔട്ട് റേറ്റും കുറയ്ക്കാം. എല്ലാവരും ഈക്വലി പണം ഉള്ളവരല്ല, എല്ലാവരും ഈക്വലി ഇതുള്ളവരല്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്ത് കിട്ടും? ഓപ്പൺ സ്കൂളിങ്ങിലൂടെ അകത്ത് കയറാം. സ്റ്റേറ്റ് അത് നടത്തുമ്പോൾ സ്റ്റേറ്റിൻ്റെ എലിജിബിലിറ്റിയും അവിടെ കിട്ടുന്നുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് ആൻഡ് എക്സലൻറ്റ് മൂവ്. അപ്പോൾ ഇത്രയുമാണ് ഇപ്പോഴത്തേക്ക് നമുക്ക് പറയാനുള്ള. ഇനി വരുന്ന വീഡിയോയിൽ ഇപ്പം തന്നെ 17 മിനിറ്റാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇറ്റ്സ് ടു മച്ച് ഫോർ എ വീഡിയോ. അപ്പം ഇനി ഇതേപോലെ തന്നെ കുറേ വീഡിയോ ഇനി ചെയ്യാനുണ്ട്. അനലൈസ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഐ തിങ്ക് 17 മിനിറ്റ്സ് ഈസ് ടു ലോങ്. ഇരുന്ന് ആര് കാണും എന്നുള്ള ഒരു രീതി എനിക്കിപ്പം സംശയമുണ്ട്. എന്നാലും കാണുക. നിങ്ങളുടെ ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടാക്കാനായിട്ടാണ്. നടുവിൽ നിന്ന് മിഡിൽ മാൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇത് ഇടുന്നത്. ഏതിനെയും വായിച്ചു നോക്കാതെ മനസ്സിലാക്കാതെ ചീത്തതോ നല്ലതോ എന്ന് പറയരുത്. ഞാനിത് വായിച്ചു നോക്കി സ്റ്റഡി നടത്തി. ഐ തിങ്ക് ഐ റൈറ്റ് ഡൗൺ ദീസ് പോയിൻറ്റ്സ് വായിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. സോ എന്നെയും നിങ്ങൾ വിശ്വസിക്കേണ്ട. ഈ ലിങ്കിൽ ഞാൻ ആ PDF-ൻ്റെ ലിങ്ക് കൊടുക്കാം. പ്ലീസ് അതൊന്ന് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക എത്ര നല്ലതാണെന്ന്. എത്ര നല്ലതും നിങ്ങളുടെ അഭിപ്രായം ആഡ് ചെയ്യുക. സോ നിങ്ങളുടെ കോമൻസിലേക്ക് ഇനിയും NEP-യുടെ കാര്യങ്ങൾ എടുത്തു പറയുന്നതായിരിക്കും. ഫോർ നൗ, താങ്ക് യു വെരി മച്ച്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. ഈ വീഡിയോ പലർക്കും കാണണമെങ്കിൽ ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇനി വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ ഇട്ടേക്കുക. അപ്പോൾ ഞാൻ വീഡിയോ അയക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇനിയും ഈ സീരീസിൽ വീഡിയോ ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്.